കേരളത്തിന്റെ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംവിധാനം ആഗോള മാതൃകയെന്ന യുണിസെഫ് പഠന റിപ്പോർട്ട്. കൈറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയെക്കുറിച്ചാണ് യുണിസെഫ് പ്രത്യേക പഠനം നടത്തിയത്. പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുവാങ്ങി. സാങ്കേതിക പഠനം കുട്ടികളുടെ പടിവാതിൽക്കൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിയോടെ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല രാജ്യങ്ങൾക്കും ഒരുപോലെ മാതൃകയാക്കാൻ പര്യാപ്തമാണെന്നാണ് യുണിസെഫിന്റെ പഠന റിപ്പോർട്ട്. 2173 ഹൈസ്കൂളുകളിൽ 2018 പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയെക്കുറിച്ചാണ് യുണിസെഫ് പ്രത്യേക പഠനം നടത്തിയത്. നൈപുണ്യ വികസനത്തിലൂടെ കൗമാര ശാക്തീകരണം, ഭാവി മുന്നൊരുക്കത്തോടെ ലിറ്റിൽ കൈറ്റ്സ് ഒരു പ്രചോദന കഥ എന്ന പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുവാങ്ങി. സാങ്കേതിക പഠനം കുട്ടികളുടെ പടിവാതിൽക്കൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പൂർവാധികം ശക്തിയോടെ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗുണകരമായവയെ പരിചയപ്പെടുത്തുക, ദോഷകരമായവയെ തിരസ്കരിക്കുക. ഈ കാഴ്ചപ്പാടിലൂന്നിയാണ് നൂതന സാങ്കേതിക വിദ്യയുടെ പഠനവും പ്രയോഗവും സ്കൂളുകളിൽ നടപ്പാക്കുന്നത്. സാങ്കേതിക വിദ്യാ പഠനം വലിയ ചെലവേറിയ കാര്യമാണെന്ന് കരുതപ്പെടുന്ന ഈ കാലത്ത് നൂതന സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ ഏറ്റവും സാധാരണക്കാരായ കുട്ടികളിലേക്കടക്കം എത്തിക്കാൻ കഴിയുമെന്നതാണ് നമ്മുടെ സംസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ മാതൃക. ഇക്കാര്യങ്ങൾ വിശദമായി പഠിക്കാനും കേരളത്തിൻ്റെ മാതൃകകൾ ഉയർത്തിക്കാട്ടുന്നതോടൊപ്പം ആവശ്യമായ പിന്തുണ നമുക്ക് നൽകാനും സന്നദ്ധമായ യുണിസെഫിനോട് സംസ്ഥാന സർക്കാരിൻ്റെ നന്ദി അറിയിക്കുന്നു. മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു. പത്തനംതിട്ട ഇടയാറന്മുളയിലെ AMM-HSS ആണ് 1ാം സ്ഥാനം നേടിയത്. തിരുവനന്തപുരം GGHSS 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാതല വിജയികൾക്കുള്ള അവാർഡുകൾ മന്ത്രി വി. ശിവൻകുട്ടി സമ്മാനിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.